തന്നെ ഞാൻ അറിയില്ലെന്നു മുഖം വെട്ടിച്ചു നിന്നതും അമ്മ തൻ വീടുമന്യം താനെന്നറിഞ്ഞു തകർന്നതും ചവിട്ടിക്കൊന്നതും കെട്ടിത്താഴ്ത്തതും മൊഴി ചൊന്നതും വയറ്റിൽ ചലനം വെച്ച ഹേതുവാൽ കെട്ടിഞ്ഞാത്തതും ജനിച്ച മാത്രയിൽ പെണ്ണെന്നറികെ കൊന്നൊഴിച്ചതും കണക്കു തീർക്കാഞ്ഞു പട്ടുചേലയിൽ ചുട്ടെരിച്ചതും മുണ്ടനം ചെയ്തതും പാപഹേതുവെന്നു വിളിച്ചതും നിന്റെ മാത്രം കുറ്റമെന്നു നിത്യവും വിധി ചൊന്നതും കറുത്ത തുണിയാൽ മൂടിക്കെട്ടി ഉള്ളിലടച്ചതും ശവത്തിൽ മുറുകെ കെട്ടിവെച്ചു ചുട്ടു നമിച്ചതും എന്നും നിന്ദിച്ചതും രണ്ടാം കിടയായി മാറ്റിവെച്ചതും എന്നും പരാക്രമത്തിന്റെ കാൽക്കലിട്ടു ചതച്ചതും അമ്മ അമ്മ അമ്മയെന്നു വിളിക്കുന്നു ഒരിവളെ തന്നെയല്ലയോ. ഈ ദിവസങ്ങൾക്കിടയിൽ പുറത്തുവന്നതും കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും സൂര്യനെല്ലിയിൽ 17 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ പെൺകുട്ടിക്ക് സംഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ചാണ്. അതേ തുടർന്ന് ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിത് അവസാനം വന്നിരിക്കുന്നു ആ സെക്സ് റാക്കറ്റിന്റെ സൂത്രധാരനായ ധർമ്മരാജന്റെ വെളിപ്പെടുത്തലായി വന്നിരിക്കുന്നു. രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറായ പി ജെ കുര്യൻ ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ ആ പ്രതി നടത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലിനൊക്കെ മുമ്പ് തന്നെ ആദ്യം ഈ ഒരു വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ എന്നോട് ചാനലുകാർ ചോദിക്കുകയും ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തു. ധാർമ്മികമായ ഒരു നിലപാടെന്നുണ്ട്. സത്യസന്ധനാണ്, കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വിട്ടാലും ശരി, ചെളിവാരി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴുകിക്കളയാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇത്രയും ഉന്നതനായ ഒരു നേതാവിന്. അദ്ദേഹം അത് സ്വന്തം നിലപാട് സത്യസന്ധമാണ്, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാകണം. അതാണ് വേണ്ടതെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം, നമ്മുടെ പോലീസ് സേനയിലെ വളരെ സത്യസന്ധൻ എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുകയും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനടക്കം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നു. നമ്മുടെ പോലീസ് സേന ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കാര്യക്ഷമതയില്ലാത്തതാണ് എന്നാണോ ഇത് വെളിവാക്കുന്നത്? എനിക്ക് സി.ബി. മാത്യുവിനെ പോലുള്ള ഒരാളോട് ഏറ്റവും അധികം ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. വളരെയധികം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത് അദ്ദേഹവും പറഞ്ഞ പോലെ ഈ സംശയത്തിന്റെ നിഴൽ നിൽക്കുകയാണ്. അല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹവും ബാധ്യസ്ഥനാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ കൂടെ പ്രശ്നമായി മാറിയിരിക്കുന്നു. അദ്ദേഹവും ഒരു പൊതുസ്ഥാനത്താണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആ പൊതുസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്വേഷണം നേരിടാൻ കഴിയുമോ? നേരിടാൻ കഴിയണം. ഏത് സ്ഥാനത്തിരുന്നാലും ധാർമ്മികമായ ആ ഒരു നിലപാട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനവന്റെ സത്യസന്ധത, അവനവൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒപ്പം തന്നെ കണ്ടിരിക്കുന്നത് ഈ പ്രതി ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച ധർമ്മരാജൻ എന്ന പ്രതി പറഞ്ഞിരിക്കുന്നു അതിന്റെ അന്വേഷണ വേളയിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് അയാൾ പറയാനും ഇടവന്നിരിക്കുന്നു. ഈ വളരെ ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ആ പല കാര്യങ്ങളും തല്ലിയാണ് പറയിപ്പിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ കേസിന് ഗുണകരമായതുകൊണ്ട് പറയണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ ആ അന്വേഷണ സമ്പ്രദായം ഇപ്പോഴും പ്രാകൃതമായി, ക്രൂരമായി, മനുഷ്യാവകാശ വിരുദ്ധമായി നിലനിൽക്കുന്നു എന്നുകൂടി ഈ വെളിപ്പെടുത്തുന്നില്ലേ? ഇതൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അറിഞ്ഞുകൂടല്ലോ. ഈ 10, 15, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചതിച്ചു കൊണ്ടുപോയി എല്ലാവർക്കും വിറ്റ ഒരാളല്ലേ ഈ പറയുന്നത്? അയാൾ ചെയ്തതല്ലേ ഇത്? അയാളുടെ വാക്കുകളല്ലേ? എങ്ങനെയാ വിശ്വസിക്കുക? എനിക്കറിഞ്ഞുകൂടാ. എന്റെ സാങ്കേതികത്വത്തെ പറ്റിയൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ അടി തൊട്ട് മുടി വരെ ഒരുമാതിരി കൊലഞ്ഞു കിടക്കുകയാണ്, ലൂസായിപ്പോയി, ശ്ലഥമായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നാം കാണുന്നത്. എവിടെ തുടങ്ങുന്നു ഇതിന്റെ കാപട്യം? എവിടെ തുടങ്ങുന്നു ഇതിന്റെ അഴിമതി, അനീതി എവിടെ തുടങ്ങുന്നു എന്ന് അറിഞ്ഞുകൂടാത്ത വിധത്തിൽ നീതിന്യായ വ്യവസ്ഥ അങ്ങ് മുകളിൽ വരെ, സങ്കടം കൊണ്ട് പറയാൻ ശ്ലഥമായിരിക്കുന്ന ഒരു സ്ഥിതി ഞങ്ങളൊക്കെ കാണുന്നു. ഇതിലും കൂടുതൽ മോശം എന്ന് കരുതുന്ന കാലം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിലേറെ അധികാരം ജീർണിച്ച കാലം, ഇതിലേറെ അധികാരം ആസുരമായ കാലം ഒക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്.
അന്നൊക്കെ മനുഷ്യര് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ടീച്ചറുടെ അച്ഛൻ തന്നെ പ്രമുഖനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരഗാഥകൾ എഴുതി ഭരണകൂടത്തിന്റെ അനിഷ്ടം ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരാളാണ്. ആ പാരമ്പര്യമൊക്കെ ഉള്ള ഈ ജനത ഇങ്ങനെ നിസ്സഹായമായി ഇതിനെ നോക്കി കണ്ടാൽ മതിയോ? നോക്കൂ, ധാർമ്മികത, ആദർശങ്ങൾ എന്നൊക്കെ പറയുന്നത് അന്ന് മുകളിൽ ഒരുപാടുണ്ടായിരുന്നു. അത്യുന്നതരായ നേതാക്കന്മാരുണ്ടായിരുന്നു. മാതൃകകളായ ഈ ലോകത്തിന് തന്നെ ആദർശങ്ങളായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ കാലമായിരുന്നു. അതിന്റെ ആ വെളിച്ചം ഇങ്ങനെ ഇന്ത്യ മുഴുവനും പരന്നിരുന്നു. ആ ശക്തി ഒരുപാട് പേര് ഏറ്റുവാങ്ങി ആ ഊർജത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനും സമരം ചെയ്യാനും സാധിച്ചു. ഇന്ന് എവിടെ മുകളിലോട്ട് നോക്കൂ, എവിടെയാ ധാർമ്മികത? പുറകിലേക്ക് നോക്കിയാൽ, ചരിത്രത്തിൽ നോക്കിയാൽ സജീവമല്ലേ? ചരിത്രത്തിലോട്ട് നോക്കിയാലുണ്ട്. ഇന്ന് എങ്ങോട്ടാ നോക്കേണ്ടത്? എനിക്ക് ആരുടെ മുഖത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല. മണ്ണിനെ മുട്ടിക്കുന്നു, ഭൂമിയെ നശിപ്പിക്കുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു, അതുപോലെ പെണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരിഞ്ഞു നിൽക്കും, പെണ്ണും തിരിഞ്ഞു നിൽക്കും, ഭൂമിയും പ്രകൃതിയും തിരിഞ്ഞു നിൽക്കും. അതിനെ ചെറുക്കാൻ ആർക്കും സാധിക്കുകയില്ല. സർവനാശത്തിലേക്കുള്ളൊരു പോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പിടിച്ചു നിർത്തണമെങ്കിൽ വലിയ ഒരു ധാർമ്മികമായ ഒരു പുതിയ ഒരു ജീവിതത്തിന്റേതായ ഒരു തിരമാല, വലിയ ആശയങ്ങളുടെ, വലിയ ആദർശങ്ങളുടേത്, വിശ്വാസങ്ങളുടേതുമായ ഒരു തിരമാല പോലെ വന്നടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഈ തിരിഞ്ഞു നിൽക്കൽ, ചെറുക്കൽ, വലിയ ആവേശതരംഗമായി ആഞ്ഞടിക്കൽ, ഇതിനെയൊക്കെ തടയുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാലത്ത് ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്, ഒരു കോളേജിൽ വന്ന് ഒരു അധ്യാപകൻ സർക്കാരിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ അശ്ലീലം വേണ്ട രീതിയിൽ ചെറുക്കപ്പെട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഇപ്പോ കോളേജുകളിലൊക്കെ ഇന്റേണൽ അസസ്മെന്റ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. കുട്ടികളെ നിശബ്ദരായിരിക്കുക, അനുസരിക്കുക എന്ന് കൂടുതൽ ശക്തിയോടെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതിന്റെയൊക്കെ കൂടി ഒരു ആകത്തുകയാണോ ഈ പ്രതികരണമില്ലായ്മ സമൂഹത്തിൽ? ഭീരുക്കളായി മാറുകയാണ് കേട്ടോ. നമ്മൾ ഭീരുക്കളാണ്. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും പുരുഷന്മാരും എല്ലാവരും ഭീരുക്കളായിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഒരനീതി കണ്ടാൽ അരുതെന്ന് പറയാനോ പ്രതികരിക്കാനോ ചെറുക്കാനോ ആരും മുമ്പോട്ട് വരാറില്ല. വഴിയരികിൽ തന്നെ എന്തെങ്കിലും ഒരു വേണ്ടാത്ത ഒരു കാര്യം കണ്ടാൽ മിക്കവരും മുഖം തിരിച്ചങ്ങ് പോകും. തിരിഞ്ഞു നിൽക്കാൻ ആരുമില്ല. അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. സെൽഫിഷ് ദ കോർ, അവനവനിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു. അത് പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ സ്വഭാവമാണ്. പിന്നെ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയും, മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ. അമ്മമാരാണത് പഠിപ്പിക്കുന്നത്. മിണ്ടരുതേ, തിരിഞ്ഞു നിൽക്കരുതേ, മിണ്ടരുതേ. ഇങ്ങനെ അഭിമാനം കളഞ്ഞ് മിണ്ടാതെ സഹിച്ചോളൂ എന്ന് പഠിപ്പിച്ച് എന്ത് അനാവശ്യം കണ്ടാലും എന്തൊക്കെ അനുഭവിച്ചാലും സഹിച്ചോളൂ എന്ന് പറയുന്ന വീട്ടുകാരെങ്ങനെ പഠിപ്പിച്ച് സമൂഹം അങ്ങനെ അതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി സമൂഹത്തിന്റെ മുമ്പിൽ ധിക്കാരി എന്നൊരു പേര് കേൾക്കാൻ ഇഷ്ടമില്ലാതെ മാന്യകളായി നടക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ, മാന്യന്മാരായ പുരുഷന്മാർ, ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ. ടീച്ചർ, ഇപ്പൊ പറയേണ്ടത് ഈ വിനയം, ഈ മാന്യത, ഇത്തരത്തിലുള്ള പഠിപ്പിക്കൽ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു ഘട്ടമല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും അതെ. ടീച്ചർ അങ്ങനെ പറയുന്നു. വിനയം വേണം, ബഹുമാനം വേണം. ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനിക്കണം, വിനയം കാണിക്കേണ്ടടുത്ത് കാണിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, എല്ലാം വേണം. ഞാൻ പഴയ മട്ടിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഈശ്വരവിശ്വാസം മുതൽ ഗുരുജനങ്ങളെ ബന്ധിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്ന അതൊക്കെയാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ ഈ തെമ്മാടിത്തരത്തിനും വൃത്തികേടിനും അനാവശ്യം പറയുന്നതിനും നമ്മളെ മാനം കെടുത്താൻ വരുന്നതിനും ഒക്കെ മുമ്പിൽ തലകുനിച്ച് കരഞ്ഞുകൊണ്ട് മാറണമെന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എതിർപ്പുകളും ഉയർത്തെഴുന്നേൽപ്പുകളും ഒക്കെ പലയിടത്തും കാണുന്നില്ലേ? ദില്ലിയിലൊക്കെ തന്നെ, ഇത് നടന്ന ദില്ലിയിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ സംഘടനകളെ ഒന്നും ആഹ്വാനം ചെയ്യാതെ ജനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ തെരുവിലിറങ്ങുകയും ദിവസങ്ങളോളം നീണ്ടുനിന്ന സമരം, സാഹസികമായ സമരം തന്നെ നടത്തുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ആശാവഹമായ ചില പ്രവണതകളായിട്ട് വിലയിരുത്താൻ പറ്റണ്ടേ? പോരാ, അത്രയും പോരാ. എല്ലായിടത്തും ഇതുപോലുള്ള ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണം. ദില്ലി ഒരു വലിയ ഒരു മാതൃക നമുക്ക് കാണിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആരെങ്കിലും അനങ്ങുമെന്ന് വിചാരമുണ്ടോ? ഇങ്ങനൊരു സംഭവം നടന്നാൽ തിരുവനന്തപുരത്തെ സ്ത്രീകളും കുട്ടികളും ഇറങ്ങുമെന്ന് വിചാരമുണ്ടോ?
വുമൻസ് കോളേജിലെ കുട്ടികളാണ് എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇറങ്ങുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. അവർക്കിപ്പോ പണ്ടൊക്കെ രാഷ്ട്രീയത്തിലെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, കുറെ പെൺകുട്ടികൾക്കെങ്കിലും. ഇപ്പൊ ആർക്കും ഒന്നിലും താല്പര്യമില്ല. എല്ലാവരും സിനിമാ താരങ്ങളെപ്പറ്റിയും ക്രിക്കറ്റിന്റെ മായാജാലങ്ങളെപ്പറ്റിയും IT മേഖലയെപ്പറ്റിയും ഒക്കെ മാത്രം ചിന്തിക്കുന്നവരാണ്. എന്തോ ഒരു വലിയ സുഖാസക്തിയുടെ, ഒരഹങ്കാരത്തിന്റെയും ഒരുപാട് അതിസമ്പന്നതയുടെയും ഒരു മോഡൽ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു. ഇവളം ദുഃഖശിലയെ തൊട്ടുമന്ദമുണർത്തുവൻ, ഇവളെ കൈപിടിച്ചിന്നിൻ വെളിച്ചത്തേക്കിറക്കുവൻ, ഇവളെ കല്ലെറിഞ്ഞിടാൻ ശുദ്ധിയാർക്ക് എന്നെതിർക്കുവൻ, ഇവളെപ്പറ്റി വർണ്ണിച്ചു സഭയിൽ പാട്ടുപാടുവൻ, ഇവൾ തൻ കണ്ണുനീരൊപ്പാൻ ഉണ്ണിയൊന്നു പിറക്കുമോ. അവൻ വരുന്നതിന് മുമ്പ് കാലാഗ്നിജ്വാല പോലവേ തിളങ്ങും ചിരിയോടെ ഓമൽ കൈ ചൂണ്ടി ക്രോധതപ്തയായി പെണ്ണൊന്ന് കൊലയാളിക്കൈ തട്ടി മുന്നിൽ നിവർന്നു നിന്ന് ഇനിയൊക്കില്ല എന്നുഗ്രനിഷേധത്തിൽ ജ്വലിക്കുമോ. പെണ്ണൊന്ന് കൊലയാളിക്കൈ തട്ടി മുന്നിൽ നിവർന്നു നിന്ന് ഇനിയൊക്കില്ല എന്നുഗ്രനിഷേധത്തിൽ ജ്വലിക്കുമോ.